എല്ലാവർക്കും നമസ്കാരം. പുതിന കൃഷിയിൽ മികച്ച കർഷകനുള്ള കാസർഗോഡ് കർഷക കൂട്ടായ്മയുടെ അവാർഡ് ജേതാവായ ഹംസ കോട്ടിക്കുളം എങ്ങനെയാണ് മികച്ച രീതിയിൽ പുതിന ഗ്രോ ബാഗിൽ വളർത്തിയെടുത്ത് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിന വളരെ പെട്ടെന്ന് തന്നെ ഗ്രോ ബാഗിൽ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് 1-2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അതിൻ്റെ മണ്ണാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. നടുന്ന മണ്ണിലുണ്ടല്ലോ പുളിരസം ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പുളിരസം ഉണ്ടായാൽ നശിച്ചു പോവും. അതിന് നമ്മൾ കുമ്മായം ചേർക്കണം. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് മണ്ണ് മിക്സ് ചെയ്ത് കറക്റ്റ് ആക്കണേ എന്നുള്ളൊരു വീഡിയോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിന് ആവശ്യമുള്ളത് മണ്ണ്, ചകിരിച്ചോറ്, മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിടാം, പിന്നെ ആട്ടുംകാഷ്ടോ ചാണകപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ കോഴിക്കാഷ്ടോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അദ്ദേഹം കോഴിക്കാഷ്ടാണ് വളമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ട് ഹംസ കാസർഗോഡാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. ഒരിക്കലും ലെയറായിട്ട് ചെയ്യരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പുതിന കൃഷി ആയതുകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അതായത് മണ്ണിൻ്റെ അളവ് എന്ന് പറയുന്നത് വെച്ചാൽ ആളെടുത്തിരിക്കുന്നത് കപ്പുണ്ടല്ലോ, 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന കപ്പാണ്. ആ 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന കപ്പിൻ്റെ അളവിൽ 10 കപ്പ് മണ്ണ്. ആ 10 കപ്പ് മണ്ണിന് 3 കപ്പ് ചകിരിച്ചോറും 2 കപ്പ് കോഴിവളമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 10 കപ്പ് മണ്ണും 2 കപ്പ് കോഴിവളവും 3 കപ്പ് ചകിരിച്ചോറും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യണത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. അതായത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റായെങ്കിൽ മാത്രമാണ് ഇത് റെഡി ആവുള്ളൂ. പിന്നെ എല്ലാ ഗ്രോ ബാഗും നിറയ്ക്കണ പോലെ എല്ലാട്ടോ ഇത് നിറയ്ക്കേണ്ടത്. മറ്റേതെന്ന് പറയുന്നത് നമുക്ക് പകുതി നിറച്ചാൽ മതി. പിന്നീട് നമ്മൾ ചെടികളൊക്കെ നട്ടതിന് ശേഷം പിന്നെ നമ്മളത് മണ്ണ് കടയിൽ കൂട്ടി കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇതിനൊരിക്കലും അങ്ങനെ ചെയ്യരുത്. നിറയെ വേണം. അതായത് ഗ്രോ ബാഗ് ഫുള്ളാക്കണം. ഈ ഒരു അളവ് എന്ന് പറയുന്നത് ഒരു ഗ്രോ ബാഗിലേക്കുള്ള അളവാണ്, അത് മറക്കരുത്. ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് നമുക്ക് ഇതെല്ലാം ആവശ്യമാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് പുളിരസമുള്ള മണ്ണാണ് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുമ്മായം ആഡ് ചെയ്യാം. അതായത് നമ്മളുടെ ഒരു സ്പൂണൊക്കെ കുമ്മായം ഇതിലേക്ക് മതിയാവും. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ആൾ ചെയ്യണ പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് കണ്ടുവല്ലോ കവറിലൊക്കെ ആക്കണത്. കവർ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കറക്റ്റ് ആക്കണം. ഒരിക്കലും മറക്കരുത്, കവർ നന്നായിട്ട് ഫുള്ളാക്കണം. പിന്നീട് നമുക്ക് ഇതിലേക്ക് വളപ്രയോഗം മാത്രമാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഒരിക്കലും മണ്ണിട്ട് കൊടുക്കില്ല. അപ്പോൾ നമ്മൾ ഹംസ എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്ത് ഗ്രോ ബാഗ് നിറച്ചതെന്ന് കണ്ടല്ലോ, അതുപോലെ തന്നെ നിങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഉണ്ടല്ലോ ഹംസ മുന്നേ നട്ടിട്ടുള്ള പുതിനയിൽ നിന്നാണ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് പുതിനകളൊക്കെ വെക്കണത്. പക്ഷെ പലരുടെ അടുത്തും ഇങ്ങനെ പുതിന ചെടി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം പുതിന വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഹംസ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് പുതിന വാങ്ങിയതിന് ശേഷം ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് അത് വെക്കണം. അതായത് 2-3 ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിൽ വേരുകൾ വരുന്നതാണ് പറഞ്ഞത്. അതിൻ്റെ തെളിവായിട്ടാണ് ആളിങ്ങനെ ഗ്ലാസ്സിൽ വെച്ച് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേരുകൾ വന്നതിന് ശേഷം ആളിതിപ്പോൾ ചെയ്യണുണ്ടല്ലോ കട്ട് ചെയ്തിട്ട് എത്ര വലിപ്പം എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത്രയും വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം അതിൻ്റെ 3-4 ഇലകൾ മാത്രം നിർത്തുക. മുകളിൽ 3-4 ഇലകൾ മാത്രം നിർത്തി ബാക്കിയൊക്കെ എടുത്തതിന് ശേഷം അത് ചെയ്യണ പോലെ തന്നെ നമുക്ക് നടുക. അത് നമുക്കൊരു ഗ്രോ ബാഗിലുണ്ടല്ലോ 10-15 എണ്ണം ഈസി ആയിട്ട് നടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാതും ചെയ്യാതെ എന്നിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം തെളിച്ചു കൊടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ തണലത്തോട്ട് വെക്കണം. ഒരിക്കലും വെയിലത്ത് വെക്കരുത്. 2 ആഴ്ച നമുക്ക് തണലത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്ത് കറക്റ്റായിട്ടുണ്ട്. കണ്ടു, ഇത് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉള്ള അതിൻ്റെ വളർച്ചയാണ്. ഇതിപ്പോൾ 2ാമത്തെ ആഴ്ചയായിട്ടുണ്ട്. ഇത് ഇലകളൊക്കെ വന്നു, പക്ഷെ ഇതിന് അത്ര കരുത്തില്ല. അതായത് നമ്മൾ വെയിലത്ത് വെക്കാത്തതുകൊണ്ട് ഇതിൻ്റെ തണ്ടിന് അത്ര കരുത്ത് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെയിലത്തോട്ട് മാറ്റണം. അപ്പം നല്ല ശക്തിയായിട്ട് വളരും. ഇത് കണ്ടല്ലോ, ഇത് 1 മാസം വളർച്ച എത്തിയതാണ്. ഇത് കരുത്തൊക്കെ ആയി നല്ല അടിപൊളിയായിട്ടുണ്ട്. 1 മാസമായി കഴിഞ്ഞാൽ നമുക്കിതിന് വളപ്രയോഗം നടത്തണം. അതായത് ചാണകവും അതുപോലെ തന്നെ പിണ്ണാക്കും കൂടെ പുളിപ്പിച്ചിട്ടുള്ളതാണ്. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കാം. പിന്നെ നമുക്ക് 1.5 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ ഇതുപോലെ നിറയെ കിട്ടും. നമുക്ക് ഇതുപോലെ നന്നായിട്ട് നിറഞ്ഞ് നമ്മൾ വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ 1.5 മാസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതുപോലെ ഇരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വേര് മാത്രം നിർത്തിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഫുള്ള് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൽ കണ്ടല്ലോ ഇതുപോലെ ഹംസ പറയേണ്ട ആൾ അങ്ങനെയാണ് ചെയ്യാറ്. ഇതുപോലെ എല്ലാതും വേര് മാത്രം നിർത്തിയിട്ട് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മുടെ ചാണകം ഉണ്ടല്ലോ വളം, അത് ഒഴിക്കും. എന്നിട്ട് 1 ആഴ്ച വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 1 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഇത് പൊടിച്ച് കിളിർത്ത് കണ്ടല്ലോ ഇതുപോലെ ഇരിക്കും.
അപ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പുതിന എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും. നമുക്ക് പുറമെ കൊടുക്കാനായിട്ടായാലും എന്തിനായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ പുതിന കൃഷി ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇനി ഉണ്ടല്ലോ, നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കഴുകി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 മാസം കേടുകൂടാതിരിക്കും. അത് എങ്ങനെയായെന്നുള്ളൊരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. അപ്പോൾ കാണാത്തവർ ദയവായി അതൊന്ന് കണ്ട് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുത്തെങ്കിൽ മാത്രമാണ് ഇതൊന്ന് കറക്റ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് പറയണത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണമെന്ന്. അങ്ങനെ നമുക്കൊരു ബാഗിൽ നിന്നുണ്ടല്ലോ 4 പ്രാവശ്യം കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 4 പ്രാവശ്യം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇലകളൊക്കെ ഉണ്ടല്ലോ, അത് വലിപ്പമൊക്കെ കുറയും. പിന്നെ അത്ര കരുത്തൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രോ ബാഗിൽ ഫുള്ളായിട്ടും ഇതിൻ്റെ വേരുകളൊക്കെ നിറഞ്ഞിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് അങ്ങനെ പിഴുതു മാറ്റണം. അതായത് നമ്മൾ റീപ്ലാന്റ് ചെയ്യണം. പിന്നീട് നമ്മൾ പുതിയത് വെച്ച് പിടിപ്പിക്കണം. ഇതിൽ ഹംസ കാണിച്ചത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 4 പ്രാവശ്യം കഴിഞ്ഞ് 5ാമത്തെ പ്രാവശ്യം ഇത് കഴിഞ്ഞപ്പോൾ ഇത് അതിൻ്റെ എല്ലാ ഇലകളും കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് അങ്ങനെ പിഴുതു മാറ്റി. അതിൻ്റെ വേരുകളൊക്കെ ഇതിൽ കിടക്കണം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ശേഷം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റേ ചെയ്തില്ലേ, അതായത് മണ്ണൊരിക്കൽ, അതായത് നമ്മൾ മണ്ണ്, വളം, പിന്നെ ചകിരിച്ചോറ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്രോ ബാഗിൽ നിറച്ച് പിന്നെ നമ്മൾ പുതിന എടുത്തിട്ട് നടണത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നടണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ച പുതിന ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരും ഇപ്പോൾ പുതിനയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് വെച്ചിട്ട് നമുക്ക് 1 മാസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 1 മാസത്തിനുള്ളിൽ നമുക്ക് ധാരാളം പുതിന കിട്ടും. അപ്പോൾ ഈ ഒരു രീതി വളരെ നല്ലതാണ്, അടിപൊളിയാണ്, സക്സസ് ആയിട്ടുള്ളതാണ്. കർഷക അവാർഡൊക്കെ നേടിയിട്ടുള്ള ഒരാളാണ് ഹംസ. ആൾക്ക് പുതിന കൃഷി മാത്രമല്ല എല്ലാ രീതിയിലുള്ള കൃഷികളും ഉണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മല്ലി കൃഷി. അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ മല്ലി കൊണ്ട് നമുക്ക് ഒരുപാട് മല്ലി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എങ്ങനെ നമ്മുടെ വീട്ടിൽ മല്ലി കൃഷി ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 2-3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ളത് അമർത്തണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമാണ് എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തത് ഇതിൻ്റെ വളപ്രയോഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വീഡിയോയുടെയും തുടർച്ചയായിട്ട് ഓരോന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കത് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അദ്ദേഹം നല്ലൊരു കർഷകനാണ്. അപ്പോൾ ഈ വീഡിയോസ് അയച്ചു തന്ന് നമുക്ക് വേണ്ട വിവരങ്ങളൊക്കെ തന്നതിന് അദ്ദേഹത്തിന് ഒത്തിരി താങ്ക്സ്. നമുക്ക് ഓരോ കൃഷി രീതി എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ ഓരോ കൃഷിക്കും എന്തെല്ലാം വളങ്ങൾ ചെയ്യണം, അതിൻ്റെ കീടനാശിനി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഹംസയ്ക്ക് അറിയുന്നതാണ്. ഞാൻ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഓരോ വീഡിയോയിലും നമുക്ക് അത് ഓരോന്നായി കാണിക്കാം. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് എല്ലാവർക്കും കൂടെ കൃഷി ചെയ്യാം. അപ്പം നമുക്ക് ഇത്രയും സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതിനും അതുപോലെ തന്നെ നമുക്ക് എപ്പോൾ എന്ത് ചോദിച്ചാലും ഒരു മടി കൂടാതെ അപ്പം തന്നെ റിപ്ലൈ തരുന്ന ഹംസയ്ക്ക് നമ്മുടെ PRS കിച്ചൻ്റെ പേരിലും നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരിലും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് നമുക്ക് വിത്തുകൾ അയച്ചു തന്നിട്ടുണ്ടല്ലോ. അതൊന്നും എനിക്കിപ്പോൾ ഈ പ്രാവശ്യം പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അടുത്ത വീഡിയോയിൽ അത് ഞാൻ തീർച്ചയായിട്ടും പരിചയപ്പെടുത്തും. ഒത്തിരി വ്യത്യസ്തങ്ങളായ ഒരുപാട് വിത്തുകൾ നമുക്ക് അയച്ചു കിട്ടിയിട്ടുണ്ട്. അതെല്ലാവർക്കും അയച്ചു തരുന്നതാണ്. കാരണം നമ്മൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, മാക്സിമം നമുക്ക് പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കുക, അതായത് വിഷം കലർത്തിയ പച്ചക്കറികൾ ഉപേക്ഷിച്ച് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ നമ്മളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ് നമ്മൾ ഇത് ചെയ്യണത്. അപ്പം നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. കാരണം നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും അവരുടെ വീട്ടിലുള്ള പച്ചക്കറി തോട്ടങ്ങൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഓരോ വീഡിയോയിൽ അത് കാണിക്കാൻ പറ്റുള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും ഓരോരുത്തരുടെ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള വിത്തുകളും അതുപോലെ തന്നെ പച്ചക്കറികളുടെ ഫോട്ടോസും മറ്റും നമുക്ക് അയച്ചു തന്നാൽ നമ്മൾ ഓരോ വീഡിയോയിലും അത് ചെയ്യണതാണ്. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും വിത്തുകളൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊരു കൂട്ടായ്മയായിട്ട് എടുക്കണം. ഇത് നമ്മളുടെ ഒരു കൂട്ടായ്മയാണ്. നമ്മൾ പരസ്പരം വിത്തുകളൊക്കെ അയച്ച് അങ്ങും സഹായിച്ച് പിന്നെ ഇതിൽ എന്തെല്ലാം കീടനാശിനികൾ വളപ്രയോഗങ്ങളൊക്കെ വേണം എന്നുള്ളത് എന്താ വെച്ചാൽ നമുക്ക് പച്ചക്കറി ചെയ്യാനല്ല ബുദ്ധിമുട്ട്, ഇതിൽ വരുന്ന കീടങ്ങളെ എങ്ങനെ ഓടിക്കാം അല്ലെങ്കിൽ ഇതിനെന്ത് വളം ചെയ്യണം ഇത് തന്നെയാണ് നമുക്ക് അറിയാത്തത്. പക്ഷെ നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചുകൊണ്ട് ഒരിക്കലും സാധിക്കില്ല. കാരണം പല സ്ഥലത്തുള്ള പല ആൾക്കാരും പല രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ള പരിചയവും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്കത് എങ്ങനെ എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ പരസ്പരം ചോദിച്ചും കമൻറ്റ് ചെയ്തും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്തും മറ്റും
പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിലൂടെയും മറ്റും അതുപോലെ ഫേസ്ബുക്കിലൂടെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമുക്കത് അങ്ങും പരസ്പരം പറഞ്ഞും നമുക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഒന്നും കൂടാതെ നമുക്ക് കൃഷി നല്ല വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. വിത്തുകൾ ആവശ്യപ്പെട്ട് നിങ്ങൾ പോസ്റ്റ് കവർ അയച്ചു തരുന്നുണ്ടല്ലോ, അതിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരു സബ്സ്ക്രൈബറുടെ ലെറ്ററാണ് ഇത്. എനിക്കിത് വായിച്ചിട്ട് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ വിത്തുകൾ ആവശ്യമുള്ളവർ ദയവായി പോസ്റ്റ് കവർ അയച്ചു തരണം. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ള വിത്തുകളൊക്കെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് അയച്ചു തരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.